2026 SSLC പരീക്ഷയടക്കം വാർഷിക പരീക്ഷകളുടെ തീയതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ പരീക്ഷകളിലെല്ലാം ഫുൾ A+ നേടാൻ എങ്ങനെ പഠിക്കണം എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏത് പാഠവും 30 മിനിറ്റിനുള്ളിൽ പഠിക്കാവുന്ന ഒരു രീതിയെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇതുവരെ ആ വീഡിയോ കാണാത്തവർ കാണുമല്ലോ. SQ3R എന്ന രീതി എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എന്തായിരുന്നു SQ3R? S എന്നാൽ സർവേ, Q ക്വസ്റ്റ്യൻ, R1 റീഡ്, R2 റിസൈറ്റ്, R3 റിവൈസ്. ഏത് പാഠഭാഗമാണ് 30 മിനിറ്റിനുള്ളിൽ പഠിക്കുന്നത് എന്ന് തീരുമാനിച്ചതിന് ശേഷം ആദ്യത്തെ 2 മിനിറ്റ് സർവേക്കും അടുത്ത 3 മിനിറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നതിനുമായി മാറ്റിവെക്കണം. പിന്നീടുള്ള 15 മിനിറ്റ് R1 റീഡ്, അടുത്ത 5 മിനിറ്റ് റിസൈറ്റ്, പിന്നീടുള്ള 5 മിനിറ്റ് റിവൈസ് എന്നിങ്ങനെ ഉപയോഗിക്കണം. ഉദാഹരണത്തിന് 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 6ാമത്തെ അധ്യായമായ മാറുന്ന ഭൂമിയാണ് നമുക്ക് പഠിക്കേണ്ടത് എന്ന് കരുതുക. നമുക്കാദ്യം സർവേ നടത്താം. എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? ഭൂമിയുടെ വിവിധ അവസ്ഥകൾ, ഭൗമ അന്തർഭാഗത്തെ ചൂട്, ഉരുൾപൊട്ടൽ, അഗ്നിപർവ്വത സ്ഫോടനം, പാറകളിലുണ്ടാകുന്ന വിള്ളൽ, അങ്ങനെ നിരവധി ചിത്രങ്ങൾ നമുക്ക് കാണാം. ഇതെല്ലാം എന്താണ് സൂചിപ്പിക്കുന്നത്? ഭൂമിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ഒരു ദുരന്തത്തിൽ അകപ്പെട്ട ആളുകളുടെ അനുഭവക്കുറിപ്പാണ് അടുത്തതായി കാണുന്നത്. ഇത് ഈ ഘട്ടത്തിൽ നമ്മൾ മുഴുവനായി വായിക്കുന്നില്ല. അടുത്ത പാരഗ്രാഫിൽ നിന്ന് അത് വയനാട് ജില്ലയിലെ മേപ്പാടിയിലുണ്ടായ ദുരന്തത്തെക്കുറിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഭൂമിയിലുണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങൾ നമുക്ക് തൊട്ടടുത്ത് സംഭവിക്കുന്നു എന്നും അത് നമ്മളെ എല്ലാവരെയും ബാധിക്കുന്നു എന്നും നമുക്ക് മനസ്സിലായി. ഇത്തരം മാറ്റങ്ങളെക്കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങളാണ് അടുത്ത പാരഗ്രാഫിൽ. ഈ പാഠം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണെന്ന് നമുക്ക് മനസ്സിലായി. അടുത്തതായി ഒരു ബോക്സാണ് നമ്മൾ കാണുന്നത്. ഈ ബോക്സിൽ ബോൾഡായി ഹൈലൈറ്റഡ് ആയി കാണുന്ന പുതിയ വാക്കുകൾ നമ്മൾ ഈ ഘട്ടത്തിൽ നോക്കണം. ഹസാർഡ്, ഡിസാസ്റ്റർ, റിസ്ക്, വൾണറബിലിറ്റി, കപ്പാസിറ്റി എന്നിവയാണ് പുതിയ വാക്കുകൾ. അതെന്താണെന്ന് നമ്മൾ വിശദമായ വായനാഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്ത പാരഗ്രാഫിൽ ഭൗമചലനങ്ങൾ എന്ന വാക്ക് ഹൈലൈറ്റഡ് ആണ്. അതും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി കാണുന്നത് ഒരു ഫ്ലോ ചാർട്ടാണ്. അതിൽ ഭൗമചലനങ്ങളെ 2ആയി തരംതിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഈ 2 തരത്തിനുമുള്ള കാരണങ്ങളും എഴുതിയിരിക്കുന്നത് കാണാം. ഇതും വിശദമായ വായനാ സമയത്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ സർവേ പൂർത്തിയായി. ഇനി നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കണം. ഈ പാഠത്തിൽ 30 മിനിറ്റ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിപത്ത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. വിപത്ത് അല്ലെങ്കിൽ ഹസാർഡ്. ദുരന്തം, ഡിസാസ്റ്റർ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. നഷ്ടസാധ്യത, റിസ്ക് എന്താണ്? ആഘാത സാധ്യത, വൾണറബിലിറ്റി എന്താണ്? കാര്യക്ഷമത, കപ്പാസിറ്റി എന്താണ്? ഭൗമചലനങ്ങൾ എന്നാൽ എന്താണ്? 2 തരം ഭൗമചലനങ്ങൾ ഉണ്ട് എന്ന് ചാർട്ടിൽ നമ്മൾ കണ്ടു. അവ എന്താണ്? അവയ്ക്കുള്ള കാരണങ്ങൾ എന്താണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇപ്പോൾ പാഠപുസ്തകത്തിൽ നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എവിടെയാണ് ഉള്ളത് എന്ന് പോലും നമുക്ക് കൃത്യമായി അറിയാം. ആദ്യത്തെ അനുഭവക്കുറിപ്പും അനുബന്ധ കാര്യങ്ങളും വായിച്ചതിന് ശേഷം ആ ബോക്സിലുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ വായിക്കുക. ജീവജാലങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും വസ്തുവകകൾക്കും സേവനങ്ങൾക്കും പരിസ്ഥിതിക്കും സാമൂഹ്യ സാമ്പത്തിക മേഖലകൾക്കും വെല്ലുവിളിയുയർത്തുന്ന സാഹചര്യത്തെയാണ് വിപത്ത് അല്ലെങ്കിൽ ഹസാർഡ് എന്ന് വിളിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു വലിയ വിപത്താണ് ദുരന്തം അല്ലെങ്കിൽ ഡിസാസ്റ്റർ എന്ന് നമുക്ക് അടുത്ത പാരഗ്രാഫിൽ മനസ്സിലാക്കാം. ജനങ്ങൾക്ക് തങ്ങളുടെ കഴിവുകളും ലഭ്യമായ വിഭവങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു വിപത്തിനെ നേരിടാൻ സാധിക്കാതെ വരികയും അതുവഴി സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക മേഖലകളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും തൽഫലമായി തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ ക്ഷതങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് ദുരന്തം. ഒരു വലിയ വിപത്താണ് ദുരന്തം. ഒരു വിപത്തിനെ ഒരു ജനതയ്ക്ക് ഫലപ്രദമായി നേരിടാൻ സാധിക്കുന്നില്ല എങ്കിൽ അതൊരു ദുരന്തമായി പരിണമിക്കും. വയനാട്ടിലെ മേപ്പാടിയിൽ ഭൂമിയിലുണ്ടായ മാറ്റം ഒരു വിപത്താണോ ദുരന്തമാണോ? തീർച്ചയായും അതൊരു ദുരന്തമാണ്, അല്ലേ? ഇനി വിപത്തോ ദുരന്തമോ സംഭവിച്ചില്ലെങ്കിൽ പോലും ഒരു പ്രദേശത്ത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു നിശ്ചിത ദുരന്തം മൂലം പ്രതീക്ഷിക്കാവുന്ന നാശനഷ്ടങ്ങളുടെ അളവാണ് റിസ്ക് അല്ലെങ്കിൽ നഷ്ടസാധ്യത. ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ
ദുരന്ത സ്ഥലത്തോ സമീപ പ്രദേശങ്ങളിലോ പ്രതീക്ഷിക്കാവുന്ന അപായങ്ങളുടെയും നാശനഷ്ടങ്ങളുടെയും തോതാണ് വൾണറബിലിറ്റി അല്ലെങ്കിൽ ആഘാത സാധ്യത. ഒരു ദുരന്തത്തെ നേരിടാനോ പ്രതിരോധിക്കാനോ ലഘൂകരിക്കാനോ തരണം ചെയ്യാനോ അതിജീവിക്കാനോ ഉള്ള ഒരു ജനതയുടെ കഴിവ്, വിഭവങ്ങൾ, മാർഗങ്ങൾ എന്നിവയാണ് കപ്പാസിറ്റി അല്ലെങ്കിൽ കാര്യക്ഷമത. നമ്മുടെ അടുത്ത ചോദ്യം എന്തായിരുന്നു? ഭൗമചലനങ്ങൾ എന്നാൽ എന്താണ്? ഭൗമ ഉപരിതലം നിരന്തരമായ മാറ്റങ്ങൾക്ക് വിധേയമാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിയുടെ ഉള്ളിലും ഉപരിതലത്തിലുമായി നിരവധിയായ ചലനങ്ങളും പ്രക്രിയകളും നടക്കുന്നുണ്ട്. ഈ ചലനങ്ങളുടെയും പ്രക്രിയകളുടെയും ഫലമായാണ് ഭൗമ ഉപരിതലത്തിലെ ഓരോ ഭൂരൂപവും രൂപം കൊള്ളുന്നത്. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, താഴ്വരകൾ, നദികൾ ഇവയൊക്കെയും രൂപം കൊണ്ടിട്ടുള്ളതും നിരന്തരമായി നടക്കുന്ന ഇത്തരം ഭൗമചലനങ്ങളുടെയും ഭൗമ പ്രക്രിയകളുടെയും ഫലമായിട്ടാണ്. ഭൗമ ഉപരിതലത്തിലെ ഉയർച്ച താഴ്ചകൾക്ക് നിദാനമായ ഈ ചലനങ്ങളെയാണ് നമ്മൾ ഭൗമചലനങ്ങൾ എന്ന് വിളിക്കുന്നത്. 2 തരം ഭൗമചലനങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ഈ ചാർട്ടിലൂടെ മനസ്സിലാക്കാം. ഏതാണവ? അന്തർജന്യ ചലനങ്ങൾ, എൻഡോജനിക് മൂവ്മെൻറ്റ്സ്. ഭൂമിയുടെ അന്തർഭാഗത്ത് വ്യത്യസ്ത തീവ്രതയിൽ പ്രവർത്തിക്കുന്ന പ്രക്രിയകളാണ് ഇവ. അടുത്തത് ബാഹ്യജന്യ ചലനങ്ങൾ, എക്സോജനിക് മൂവ്മെൻറ്റ്സ്. ഭൗമ ഉപരിതലത്തിൽ വ്യത്യസ്ത തീവ്രതയിൽ പ്രവർത്തിക്കുന്ന പ്രക്രിയകളാണ് ഇവ. അന്തർജന്യ ചലനങ്ങൾക്ക്, ഭൂമിയുടെ അകത്ത് നടക്കുന്ന ചലനങ്ങൾക്ക് കാരണങ്ങൾ എന്തൊക്കെയാണ്? ഭൂമിക്കുള്ളിലെ അണുപ്രസരണം, ആദിമതാപം, ഭൂമിയുടെ ഭ്രമണം, ഭൗമതാപ വ്യതിയാനം, സംവഹന പ്രവാഹം. ഭൂമിയുടെ ഉപരിതലത്തിൽ നടക്കുന്ന ബാഹ്യജന്യ ചലനങ്ങൾ, എക്സോജനിക് മൂവ്മെൻറ്റ്സിൻ്റെ കാരണം എന്താണ്? ഭൂപ്രദേശങ്ങളുടെ ചരിവ്, ഭൂഗുരുത്വ ആകർഷണം, ഒരു വസ്തു മറ്റൊരു വസ്തുവിന്മേൽ ചെലുത്തുന്ന സമ്മർദ്ദം, താപവ്യതിയാനവും മറ്റും മൂലം തന്മാത്രകളിലുണ്ടാകുന്ന സമ്മർദ്ദം, ഒഴുകുന്ന ജലം, ഹിമാനികൾ, കാറ്റ്, ഭൂഗർഭജലം, തിരമാല, വിവിധ രാസപ്രവർത്തനങ്ങൾ. ഈ ഭാഗം പഠിക്കുമ്പോൾ നോട്ട് പുസ്തകത്തിൽ ചെറിയ കുറിപ്പുകൾ എഴുതാം. ഒരുപാട് വിശദമായി എഴുതണമെന്നില്ല, നമുക്ക് ഓർമ്മ വരുന്ന രീതിയിൽ ഷോർട്ട് നോട്ട്സ് എഴുതിയാൽ മതി. ഇപ്പോൾ നമ്മൾ R1 റീഡിംഗ് പൂർത്തിയാക്കി. അടുത്തത് R2 ആണ്, റിസൈറ്റ്. പാഠപുസ്തകം അടച്ചുവെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മുടേതായ ഭാഷയിൽ പറയാൻ പറ്റുമോ എന്ന് നോക്കണം. എന്താണ് വിപത്ത്? എന്താണ് ദുരന്തം? എന്താണ് നഷ്ടസാധ്യത? എന്താണ് ആഘാത സാധ്യത? എന്താണ് കാര്യക്ഷമത? എന്താണ് ഭൗമചലനങ്ങൾ? ഏതൊക്കെ ഭൗമചലനങ്ങളുണ്ട്? അവയ്ക്കുള്ള കാരണങ്ങൾ. ഇതെല്ലാം നമ്മുടേതായ ഭാഷയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കണം. 5 മിനിറ്റ് കൊണ്ട് R2 പൂർത്തിയാക്കാം. ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് സംശയം തോന്നിയേക്കാം. അത്തരം സംശയങ്ങൾ മാറ്റാനുള്ള മാർഗമാണ് R3 റിവൈസ്. സംശയം തോന്നിയ കാര്യങ്ങൾ വീണ്ടും പാഠപുസ്തകത്തിൽ ഒന്നുകൂടി നോക്കി ഉറപ്പിക്കുക. അതിനുശേഷം വേണമെങ്കിൽ R2 ഒരിക്കൽ കൂടി ആവർത്തിക്കാം. നമ്മൾ തയ്യാറാക്കിയ ചോദ്യങ്ങളും കുറിപ്പുകളും കളയാതെ സൂക്ഷിച്ചു വയ്ക്കുക. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഈ ചോദ്യങ്ങൾ വായിച്ചു നോക്കുക. അവയ്ക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് പാഠപുസ്തകം നോക്കാതെ തന്നെ ശ്രമിച്ചു നോക്കുക. ഇത് നമ്മുടെ ഓർമ്മയെ ദീർഘകാലം നിലനിർത്താനായി സഹായിക്കും. ഈ രീതിയിൽ പഠിച്ചാൽ പരീക്ഷയുടെ തലേ ദിവസം നമുക്ക് ഈ കുറിപ്പുകൾ നോക്കിയാൽ തന്നെ മുഴുവൻ പാഠഭാഗങ്ങളും കൃത്യമായി ഓർമ്മ വരും. ഒരു വലിയ പാഠഭാഗമാണെങ്കിൽ അതിനെ ഇങ്ങനെ 30 മിനിറ്റ് കൊണ്ട് പഠിക്കാവുന്ന 3, 4, 5 ബ്ലോക്കുകളായി നമുക്ക് തിരിക്കാം. എന്നിട്ട് ഓരോ ബ്ലോക്കുകൾക്കും കൃത്യമായ ശ്രദ്ധ കൊടുത്ത് പഠിച്ചാൽ നമുക്ക് ആ പാഠഭാഗം എന്നെന്നും ഓർമ്മയിൽ നിർത്താം. ഈ രീതിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചാൽ വരാനിരിക്കുന്ന SSLC പരീക്ഷയിലും മറ്റു വാർഷിക പരീക്ഷകളിലും എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ എന്നത് ഒരു സ്വപ്നം മാത്രമല്ല, അത് യാഥാർത്ഥ്യമായി തീരും. എല്ലാവർക്കും വിജയാശംസകൾ.